വെൽക്കം ബാക്ക് സിനിമാ വാർത്ത മലയാളം. കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ ഇറങ്ങിയ മലയാള സിനിമകളിൽ ഓരോ വർഷവും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വർഷത്തെ ഹയസ്റ്റ് കളക്ഷനായ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2000-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വർഷത്തെ ഹയസ്റ്റ് കളക്ഷനായ ചിത്രം നരസിംഹമാണ്. മോഹൻലാൽ, ഷാജി കൈലാസ്, രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ഈ ചിത്രം 22 കോടിയാണ് 2000-ൽ കളക്ട് ചെയ്തത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ ചിത്രം അതുവരെ ഉണ്ടായിരുന്ന കളക്ഷൻ റെക്കോർഡുകളെ തിരുത്തി എഴുതിയാണ് ഈ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായി മാറിയത്. 2001-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസറായി മാറിയത് മോഹൻലാൽ, രഞ്ജിത്ത് കൂട്ടുകെട്ടിലിറങ്ങിയ രാവണപ്രഭുവാണ്. ചിത്രം 17 കോടിയാണ് ചിത്രം കളക്ട് ചെയ്തത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ചിത്രം രഞ്ജിത്ത് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം കൂടിയായിരുന്നു ഇത്. 2002-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസറായത് ദിലീപ് നായകനായി എത്തിയ മീശ മാധവനാണ്. ലാൽ ജോസ് സംവിധാനം ചെയ്ത ഈ ചിത്രം 15 കോടിയാണ് കളക്ട് ചെയ്തത്. ദിലീപിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് മീശ മാധവൻ. 2003-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വർഷം ഹയസ്റ്റ് ഗ്രോസറായത് മോഹൻലാൽ നായകനായി എത്തിയ ബാലേട്ടനാണ്. ചിത്രം 14 കോടിയാണ് ചിത്രം കളക്ട് ചെയ്തത്. VM വിനുവാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. 2003-ലെ മോഹൻലാലിന്റെ ഒരു കം ബാക്ക് കൂടിയായിരുന്നു ഈ ചിത്രം. 2004-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസറായി മാറിയത് സേതുരാമയ്യർ CBI ആണ്. CBI സീരീസിലെ 3-ാം ഭാഗം ചിത്രം മമ്മൂട്ടി നായകനായ ഈ ചിത്രം K. മധുവാണ് സംവിധാനം ചെയ്തത്. 2005-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസറായി മാറിയ ചിത്രം മമ്മൂട്ടി നായകനായി അൻവർ റഷീദ് സംവിധാനം ചെയ്ത രാജമാണിക്യമാണ്. 25 കോടി നേടിയ ഈ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായി മാറുകയും ചെയ്തു. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകൾ എടുത്താൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ചിത്രം കൂടിയാണ് രാജമാണി. 2006-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസറായി മാറിയ ചിത്രം ക്ലാസ്മേറ്റ് ആണ്. പൃഥ്വിരാജ് നായകനായ ഈ ചിത്രം ഒരു മൾട്ടി സ്റ്റാർ ചിത്രം കൂടിയായിരുന്നു. ചിത്രത്തിൽ ജയസൂര്യയും ഇന്ദ്രജിത്തും മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു. ലാൽ ജോസ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ട്രെൻഡ് സെറ്ററായി മാറുകയാണ് ചെയ്തത്. 24 കോടി നേടിയാണ് ചിത്രം ആ വർഷത്തെ ഏറ്റവും വലിയ ഹയസ്റ്റ് ഗ്രോസറായി മാറിയത്. മലയാളത്തിലെ മികച്ച ക്യാമ്പസ് സിനിമകൾ എടുത്താൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ചിത്രം കൂടിയാണ് ക്ലാസ്മേറ്റ്. 2007-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വർഷത്തെ ഹയസ്റ്റ് കളക്ഷൻ നേടിയ ചിത്രം റാഫി ചാസ് സംവിധാനം ചെയ്ത മായാവിയാണ്. മമ്മൂട്ടി നായകനായ ഈ ചിത്രം 15 കോടി നേടിയാണ് ആ വർഷത്തെ ഹയസ്റ്റ് കളക്ഷനായി മാറിയത്. 2008-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ആ വർഷത്തെ ഹയസ്റ്റ് കളക്ഷനായി മാറിയ ചിത്രം 2020 ആണ്. മലയാള സിനിമയിലെ എല്ലാ താരങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ജോഷി സംവിധാനം ചെയ്ത ഈ ചിത്രം ദിലീപാണ് നിർമ്മിച്ചത്. 32 കോടി നേടുകയും ഈ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായി മാറുകയും ചെയ്തു. 2009-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസറായി മാറിയത് മമ്മൂട്ടി, ഹരിഹരൻ, MT കൂട്ടുകെട്ടിൽ പിറന്ന കേരളവർമ്മ പഴശ്ശിരാജയാണ്. ചിത്രം 21 കോടി നേടിയാണ് ആ വർഷത്തെ ഹയസ്റ്റ് കളക്ഷൻ ഗ്രോസറായി മാറിയത്. 2010-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വർഷത്തെ ഹയസ്റ്റ് കളക്ഷനായി മാറിയ ചിത്രം മമ്മൂട്ടി പൃഥ്വിരാജ് കോംബോയിൽ വൈശാഖ് സംവിധാനം ചെയ്ത പോക്കിരി രാജയാണ്. ചിത്രം 16 കോടി നേടിയാണ് ആ വർഷത്തെ ഹയസ്റ്റ് കളക്ഷൻ ഗ്രോസറായി മാറിയത്. 2011-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വർഷത്തെ ഹയസ്റ്റ് കളക്ഷനായി മാറിയ ചിത്രം മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ് കോംബോയിൽ വന്ന ക്രിസ്ത്യൻ ബ്രദേഴ്സാണ്. ജോഷി സംവിധാനം ചെയ്ത ഈ ചിത്രം 28 കോടി നേടിയാണ് 2011-ലെ ഹയസ്റ്റ് കളക്ഷൻ ഗ്രോസറായി മാറിയത്. 2012-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വർഷത്തെ ഹയസ്റ്റ് കളക്ഷൻ ഗ്രോസറായി മാറിയ ചിത്രം ജോസ് തോമസ് സംവിധാനം ചെയ്ത് ദിലീപ് നായകനായി എത്തിയ മായാമോഹിനിയാണ്. ചിത്രം 22 കോടി നേടിയാണ് ആ വർഷത്തെ ഹയസ്റ്റ് കളക്ഷൻ ഗ്രോസറായി മാറിയത്. 2013-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വർഷത്തെ ഹയസ്റ്റ് കളക്ഷൻ ഗ്രോസറായി മാറിയ ചിത്രം മലയാള സിനിമയുടെ ആദ്യത്തെ 50 കോടി ദൃശ്യം. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച ഈ ചിത്രം 62 കോടി നേടിയാണ് 2013-ലെ ഹയസ്റ്റ് ഗ്രോസറായി മാറുകയും ചെയ്തത്. ഈ ചിത്രം മലയാള സിനിമയുടെ തലവര മാറ്റുകയും മലയാളത്തിലെ ആദ്യത്തെ 50 കോടി കൊണ്ടുവരികയും ചെയ്തു. ചിത്രം ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു. 2014-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസറായി മാറിയ ചിത്രം അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ, നിവിൻ പോളി, നസ്രിയ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി എടുത്ത ബാംഗ്ലൂർ ഡേയ്സ് ആണ്. ചിത്രം 48 കോടി നേടിയാണ് 2014-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ഹയസ്റ്റ് ഗ്രോസറായി മാറിയത്. 2015-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വർഷത്തെ ഹയസ്റ്റ് കളക്ഷൻ ഗ്രോസറായി മാറിയ ചിത്രം പ്രേമമാണ്. അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്തത് നിവിൻ പോളി നായകനായ ഈ ചിത്രം 73 കോടി നേടി 2015-ലെ ഹയസ്റ്റ് കളക്ഷൻ ഗ്രോസറായി മാറുകയാണ് ചെയ്തത്. 2016-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടി ആ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസറായി മാറിയ ചിത്രം പുലിമുരുകനാണ്. വൈശാഖ് സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച ഈ ചിത്രം മലയാള സിനിമയ്ക്ക് ആദ്യമായി 100 കോടി കൊണ്ടുവരികയാണ് ചെയ്തത്. 145 കോടി നേടിയ ഈ ചിത്രം ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറുകയാണ് ചെയ്തത്. 2017-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടി ആ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസറായി മാറിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത് ദിലീപ് നായകനായി എത്തിയ രാമലീലയാണ്. ചിത്രം 55 കോടിയാണ് 2017-ൽ നേടുകയും ആ വർഷത്തെ ഹയസ്റ്റ് കളക്ഷൻ ഗ്രോസറായി മാറുകയും ചെയ്തത്. 2018-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസറായി മാറിയത് നിവിൻ പോളി നായകനായി എത്തിയ കായംകുളം കൊച്ചുണ്ണിയാണ്. റോഷൻ ആൻഡ്രോസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻലാലും ഒരു ക്യാമിയോ റോളിൽ എത്തുന്നുണ്ടായിരുന്നു. ചിത്രം 67 കോടി നേടി 2018-ലെ ഏറ്റവും വലിയ ഹയസ്റ്റ് ഗ്രോസറായി മാറുകയാണ് ചെയ്തത്. 2019-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വർഷത്തെ ഹയസ്റ്റ് കളക്ഷൻ ഗ്രോസറായി മാറിയ ചിത്രം ലൂസിഫറാണ്.
മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ഈ ചിത്രം 127 കോടി നേടിയാണ് 2019 ഹയസ്റ്റ് കളക്ഷൻ ഗ്രോസറായി മാറിയത്. 2020 ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വർഷത്തെ ഹയസ്റ്റ് കളക്ഷൻ ഗ്രോസറായി മാറിയ ചിത്രം കുഞ്ചാക്കോ ബോബനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത അഞ്ചാം ബദരാണ്. ചിത്രം 47 കോടി നേടിയാണ് ആ വർഷത്തെ ഹയസ്റ്റ് കളക്ഷൻ ഗ്രോസറായി മാറിയത്. 2021 ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വർഷത്തെ ഹയസ്റ്റ് കളക്ഷൻ ഗ്രോസറായി മാറിയ ചിത്രം ദുൽഖർ സൽമാനെ നായകനാക്കി ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത കുറുപ്പാണ്. സുകുമാരക്കുറുപ്പിൻ്റെ ജീവിതം ആസ്പദമാക്കിയെടുത്ത ഈ ചിത്രം 81 കോടി നേടിയാണ് 2021 ഹയസ്റ്റ് കളക്ഷൻ ഗ്രോസറായി മാറിയത്. 2022 ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടി ആ വർഷത്തെ ഹയസ്റ്റ് കളക്ഷൻ ഗ്രോസറായി മാറിയ ചിത്രം മമ്മൂട്ടിയെ നായകനാക്കി അമൽ നീരദ് സംവിധാനം ചെയ്ത ഭീഷ്മപർവമാണ്. ചിത്രം 85 കോടി നേടിയാണ് 2022 ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ഹയസ്റ്റ് ഗ്രോസറായി മാറിയത്. 2023 ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വർഷത്തെ ഹയസ്റ്റ് കളക്ഷൻ ഗ്രോസറായി മാറിയ ചിത്രം 2018 എന്ന ചിത്രമാണ്. ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്ത ഈ ചിത്രം 177 കോടി നേടിയാണ് ആ വർഷത്തെ ഹയസ്റ്റ് കളക്ഷൻ ഗ്രോസറായി മാറിയത്. ടൊവിനോ തോമസ്, കുഞ്ചാക്കോ, ആസിഫ് അലി തുടങ്ങിയ ഒരു മൾട്ടി സ്റ്റാർ ചിത്രം കൂടിയായിരുന്നു ഇത്. 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വർഷത്തെ ഹയസ്റ്റ് കളക്ഷൻ ഗ്രോസറായി മാറിയ ചിത്രം ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് ആണ്. ചിത്രം 242 കോടി നേടിയാണ് 2024 ഹയസ്റ്റ് കളക്ഷൻ ഗ്രോസറായി മാറിയത്. 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടി 2025 ഹയസ്റ്റ് കളക്ഷൻ ഗ്രോസറായി മാറിയ ചിത്രം ലോകയാണ്. ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് കല്യാണി പ്രിയദർശൻ പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രം 300 കോടി നേടിയാണ് 2025 ഹയസ്റ്റ് കളക്ഷൻ ഗ്രോസറായി മാറിയത്.